ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. തനിക്കെതിരായ ഗൂഢാലോചന എന്നാണ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണം. യശ്വന്ത് വർമ്മയുടെ വസതിക്ക് സമീപത്തു നിന്നും കത്തിയ 500 രൂപ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും കണ്ടെത്തിയ പണത്തിന്റെ ദൃശ്യങ്ങൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ട് എന്നിവയാണ് സുപ്രീം കോടതി പുറത്തുവിട്ടത്. കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശ. എന്നാൽ താനോ കുടുംബാംഗങ്ങളോ അല്ല പണം വെച്ചതെന്നും സംഭവ സമയത്ത് താൻ വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ജസ്റ്റിസ് വർമ്മയുടെ വിശദീകരണം. എന്നാൽ യശ്വന്ത് വർമ്മയുടെ വസതിക്ക് പരിസരത്തു നിന്നും കത്തിയ 500 രൂപ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റിപ്പോർട്ടും വിശദീകരണവും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 3-അംഗ സമിതിയുടെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റി നിർത്താൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചിട്ടുണ്ട്. യശ്വന്ത് വർമ്മയുടെ 6 മാസത്തെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിന് കൈമാറി. കത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നോട്ടുകൾ ഇല്ല എന്ന യശ്വന്ത് വർമ്മയുടെ വിശദീകരണം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതേസമയം ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ വിശദമായ അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. തുഗ്ലക് ക്രസന്റിലെ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.